ഈശോയുടെ നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ട് പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷയായ ഈ അൾത്താരയിൽ ഈ സമയം നമ്മളെ ഒരുമിച്ച് കൂട്ടിയ ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലുള്ളൊരു ആരാധന മധ്യേയാണ് ദൈവമാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ ദൈവിക സന്ദേശം കൈമാറിയത്. ജീവിതത്തിൻ്റെ വിവിധ ദുരന്ത മുഖങ്ങളിൽ ആയിരുന്നുകൊണ്ടാണ് നമ്മളും പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് നമ്മളെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് ദൈവകൃപയെ നോക്കി പാർക്കുന്നത്. ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ ആരാധനയിലുടനീളം അച്ഛനിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ വചന വെളിപാടുകൾ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ എന്ന് നമുക്ക് ഹൃദയത്തിൽ പ്രാർത്ഥിക്കാം. 2015 മുതൽ കൃപാസനത്തിൽ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്തു പോയിട്ടുള്ള മുഴുവൻ കുടുംബങ്ങളെയും സ്ഥാപനങ്ങളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. 2020 മുതൽ ഓൺലൈനായി ഉടമ്പടിയെടുത്ത് ലോകത്തിൻ്റെ വിവിധ ഭൂഖണ്ഡങ്ങളിലായിരിക്കുന്ന മക്കളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ കൃപാസനത്തിൻ്റെ ഓൺലൈൻ ശുശ്രൂഷകളിൽ ഏറെ പ്രത്യേകമായിട്ട് ഈ മരിയൻ ഉടമ്പടി ആരാധനയിൽ വിവിധങ്ങളായ സമയങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ പോകുന്ന മുഴുവൻ മക്കളെയും എല്ലാ ദിവസവും 5:30 മണിക്ക് അവർ ഡെയിലി ബ്രെഡ് എന്ന വലിയ ശുശ്രൂഷയിൽ പങ്കെടുത്ത് കണ്ണുനീരോടെ നിയോഗം സമർപ്പിക്കുന്ന ഓരോ മക്കളുടെയും വ്യക്തിപരമായ ആവശ്യങ്ങളെ പുനഃസമർപ്പണം ചെയ്ത് ഞങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. ഇനിയും ദൈവമാതാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള സമയബന്ധിതമായിട്ടുള്ള ഇടപെടലിനെ പറ്റി അറിയാത്ത മക്കളിലേക്ക് ഈ ഒരു വലിയ പ്രത്യക്ഷീകരണ സന്ദേശം കൈമാറുവാൻ ഈശോയെ, ഈ ആലയത്തിലായിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും നീ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത് ഓരോരോ രാജ്യങ്ങളിലേക്കും ഞങ്ങളായിരിക്കുന്ന ഓരോ മേഖലകളിലേക്കും അധിക അഭിഷേകം നൽകി അയക്കണമേ എന്ന് ഞങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ദൈവസ്നേഹത്താൽ ജ്വലിച്ച് ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിലെല്ലാം ക്രിസ്തു സാക്ഷ്യമായി ജീവിക്കുവാനുള്ള വലിയൊരു അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. സഹനത്തിൻ്റെ വലിയ തീച്ചൂളയിലൂടെ കടന്നു പോകുമ്പോഴും ഈശോയെ, ദൈവഹിതം മാത്രം അന്വേഷിക്കുവാനും നിന്റെ നാമ മഹത്വത്തിനായി വേണ്ടി മാത്രം ജീവിക്കുവാനും ഈശോയെ, മരിയൻ ഉടമ്പടി വഴിയായി ഞങ്ങൾക്ക് അധിക അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യനാഥനെ വരവേറ്റുകൊണ്ട് ഒരിക്കൽ കൂടി ഇരുകരങ്ങളും ഉയർത്തി ഹൃദയം തുറന്ന് ശക്തമായി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോ ആരാധന, ഹല്ലേലൂയ, 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 മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ. സ്തുതി യേശുവേ.
പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിയനോട് എടുത്തിരിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ആത്മാവാൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങൾ കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷയായ ദൈവമാതാവിന്റെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഈശോയെ ആരാധന, ഈശോയെ മഹത്വം 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 ആരാധന ഹല്ലേലൂയ ഈശോയെ ആരാധന, ഈശോയെ സ്തുതി ആരാധന. മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ മാതാവിൻ്റെ ഒരു പ്രത്യക്ഷ സാക്ഷിയായി ഞങ്ങളുടെ കുടുംബത്തെ ഉയർത്ത മാതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ പേര് അലക്സ്, വൈഫ് ബെനിമോള്, മോൻ ആൽബർട്ട്. ഞാൻ 2023 ഡിസംബറിലാണ് ആദ്യമായി ഉടമ്പടി എടുത്തത്. ഉടമ്പടിക്ക് ശേഷം എൻ്റെ ഇത് രണ്ടാമത്തെ സാക്ഷ്യമാണ്. ആദ്യത്തെ ഉടമ്പടിയിൽ ഞാൻ വെച്ച 2 കാര്യങ്ങളാണ് മെയിനായിട്ട് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, ഞങ്ങൾക്ക് ഡൽഹിയിൽ ഒരു വീടുണ്ടായിരുന്നു. ഏകദേശം 3 കൊല്ലമായിട്ട് ഞങ്ങൾ ഡൽഹി വിട്ട് പോകുന്നതാണ്. അതിനുശേഷം ആ വീട് വിൽക്കുവാൻ വേണ്ടി ഞങ്ങൾ പല രീതിയിൽ ശ്രമിച്ചു. പക്ഷേ പല രീതിയിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പലരും അത് വിൽക്കുവാൻ സമ്മതിച്ചില്ല. മാതാവിന് ഞാനാണെങ്കിൽ ഉടമ്പടിയിലെ കാര്യം പറഞ്ഞിരുന്നു. അതിനുശേഷം പലപ്പോഴായി ഞങ്ങൾ ഏത് വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് ആ വീട്ടിൽ മാതാവിൻ്റെ തൈലം വെച്ച് പൂശുകയും അതുപോലെ ഉപ്പുകൊണ്ട് പല സ്ഥലത്ത് ഇട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഒന്നാമത്തെ ഉടമ്പടി ഞാൻ ഇവിടെ പുതുക്കിയപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ഡേ തന്നെ ആദ്യ ടോക്കൺ മണി ലഭിച്ചു. അതിനുശേഷം കഴിഞ്ഞ ഒക്ടോബറിൽ യാതൊരു പ്രശ്നവുമില്ലാതെ കംപ്ലീറ്റ് ആയിട്ട് സെയിൽ ഔട്ട് ചെയ്യാൻ സാധിച്ചു. മാതാവിൻ്റെ വലിയൊരു അനുഭവമായിരുന്നു. കാരണം അത് പല രീതിയിലും പലരും മുടക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നിനും മാതാവ് സമ്മതിച്ചില്ല. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടത്താൻ സമ്മതിച്ചു. അതുപോലെ തന്നെ ഞാൻ എൻ്റെ 32ാമത്തെ വയസ്സിൽ ഓസ്ട്രേലിയയിലേക്ക് PR എടുക്കാൻ വേണ്ടി 3 പ്രാവശ്യം IELTS-ഉം 3 പ്രാവശ്യം PT എഴുതി. പക്ഷേ എനിക്ക് സ്കോർ കിട്ടിയില്ല. അതിനുശേഷം ഞാൻ പൂർണ്ണമായിട്ട് ഓസ്ട്രേലിയൻ്റെ ആഗ്രഹം ഞാൻ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിരുന്നു. എന്നാൽ ആദ്യത്തെ ഉടമ്പടിയിൽ ഞാൻ ഉടമ്പടി എടുക്കുന്ന മുമ്പായിട്ട് തന്നെ ആദ്യം ഓൺലൈൻ ഉടമ്പടി ശ്രമിച്ചു. അന്ന് ഞാൻ ആ എടുത്തതിൻ്റെ നെക്സ്റ്റ് ഡേ തന്നെ എനിക്ക് എൻ്റെ സ്വന്തം കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സെയിം കമ്പനിയിൽ തന്നെ ഒരു ഓഫർ കിട്ടി. അതിനുശേഷം നീണ്ട 10 മാസങ്ങളിലെ പല രീതിയിലുള്ള പ്രശ്നങ്ങളും കടന്നുപോയി, പല തടസ്സങ്ങളും ഉണ്ടായി. പക്ഷേ മാതാവ് എല്ലാ കാര്യങ്ങളും പല രീതിയിലായിട്ട് സഹായിച്ച് പലരും മൂലം ഞാൻ മാതാവിനോട് ഒരു കാര്യം മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. മാതാവേ, അങ്ങേക്ക് എപ്പോഴാണോ ആഗ്രഹം, എൻ്റെ ആഗ്രഹം വേണ്ട, അങ്ങയുടെ ആഗ്രഹം തിരുക്കുമാരുടെ ആഗ്രഹം മാത്രം മതി. എങ്ങ് മാതാവ് ആഗ്രഹിക്കുന്നോ അന്ന് എനിക്ക് തന്നാൽ മതി. അതിനുശേഷം ഞാൻ പിന്നീട് അതിനെക്കുറിച്ചൊരു എനിക്ക് ഇന്ന ദിവസം വേണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചില്ല. പക്ഷേ ഈ കഴിഞ്ഞ 24-ാം തീയതി രാവിലെ 5:24 ഡെയിലി ബെഡിന് മുമ്പ് എൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേ അന്ന് എനിക്ക് വിസ കിട്ടി. ഫാമിലി വിസയാണ്. ഈ മാസം അവസാനത്തോടെ ഞാൻ പോകും. അതിനുശേഷം പിന്നെ ഇവരും അതിനുശേഷം പിന്നാലെ പോകുന്നതാണ്. അതുപോലെ തന്നെ എനിക്ക് ഒരു പാരഞ്ചൈറ്റിസ് അസുഖം ഉണ്ടായിരുന്നു 3 കൊല്ലമായിട്ട്. പക്ഷേ പല പ്രാവശ്യം ഞാൻ മാതാട് പല പ്രാവശ്യം തൈലം പുരട്ടുകയും അതുപോലെ തന്നെ തൈലം പാരഞ്ചൈറ്റിസ് വരുന്ന സമയത്ത് ഞാനാണെങ്കിൽ ആ തൈലം കുടിക്കുമായിരുന്നു. ഓരോ ഡ്രോപ്സിൻ്റെ തൈലിലാണെങ്കിൽ കുഴിക്കുമായിരുന്നു. 6 മാസമായിട്ട് പൂർണ്ണമായിട്ടും ആ അസുഖം മാറിക്കിട്ടി. അതുപോലെ തന്നെ ഒരു ദിവസം രാവിലെ 5:30 ഞാൻ എഴുന്നേറ്റ് മുട്ട് വന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ കാലിലൊരു തളർച്ച വന്നു. എനിക്ക് രാവിലെ പള്ളിയിൽ പോകുമ്പോഴും പറ്റാത്ത അവസ്ഥയായി. ആരോടും പറയാൻ പറ്റുന്നില്ല, എല്ലാവരും ഉറങ്ങുമായിരുന്നു. ഞാനാണെങ്കിൽ മാതാവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോയി മാതാവിൻ്റെ തൈലം പുരട്ടി ഞാൻ എന്തുവന്നാലും അതിൻ്റെ തൈലം ഞാൻ പുരട്ടും. മാതാവിൻ്റെ തൈലം പുരട്ടിക്കൊണ്ട് ഉടമ്പടി തൈലം പുരട്ടിക്കൊണ്ട് ഞാൻ പള്ളിയിൽ പോയി വിശുദ്ധവാനം സ്വീകരിച്ച് പള്ളി കുർബാന കഴിഞ്ഞപ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ കാലിന് റിക്കവറായി. ഞാൻ ശരിക്കും ആ ഒരു മണിക്കൂർ ശരിക്കും ഒരു വ്യക്തിക്ക് കാലിനെ കൊണ്ട് എന്ത് ബുദ്ധിമുട്ടുണ്ടാകും, എന്ത് പ്രയാസമെന്ന് ശരിക്കും ഞാൻ അനുഭവിച്ചു. അതുപോലെ വേദനയായിരുന്നു ഞാൻ ആ സമയത്ത് അനുഭവിച്ചത്. പക്ഷെ മാതാവ് എനിക്ക് പൂർണ്ണമായിട്ടും സൗഖ്യം നൽകി. അതുപോലെ മോൻ്റെ ഒരു സൗഖ്യമാണ്, അത് വൈഫ് പറയും. അമ്മ മാതാവിന് 1000 നന്ദി പറയുന്നു. ഇത് ഞങ്ങളുടെ മകൻ ആൽബർട്ട്. അവന് സ്കൂളിൽ നിന്ന് ഒരു ഹെഡ് ഇഞ്ചുറി ഉണ്ടായി. സ്കൂളിൽ ക്ലാസ്സിൻ്റെ സമയത്ത് ടീച്ചേഴ്സ് ഫോൺ വിളിച്ച് പറഞ്ഞു ബ്ലീഡിങ് നിൽക്കുന്നില്ല, ഭയങ്കരമായിട്ട് ഒത്തിരി ബ്ലീഡ് ആവുകയാണ്. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ എമർജൻസി ആയിട്ട് അടുത്തുള്ള മെഡിക്കൽ കോളേജിൻ്റെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുപോയി. ഞങ്ങളെയും ഫോൺ വിളിച്ച് പറഞ്ഞു. അന്നേരം ഞാൻ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ എത്രയും പെട്ടെന്ന് അവിടെ എത്തി.
നോക്കുമ്പോൾ ഒരു ഫിംഗറിൻ്റെ അത്രയും നീളമുണ്ട് മുറിവ്, കുറച്ച് അത്യാവശ്യം ഡീപ്പുള്ള ഇഞ്ചുറിയാണ്. അവരത് സ്റ്റിച്ച് ചെയ്ത് വീട്ടിൽ വിട്ടു. ഒരു 1 വീക്ക് കഴിയുമ്പോൾ സ്റ്റിച്ച് അബ്സോർബിൾ ആണ്, എങ്കിലും എന്തെങ്കിലും റിമൈനിങ് ഉണ്ടെങ്കിൽ സ്റ്റിച്ച് റിമൂവ് ചെയ്യാൻ വേണ്ടി വരണമെന്ന് പറഞ്ഞു. ഹസ്ബൻഡ് 1 വീക്ക് കഴിഞ്ഞപ്പോൾ കൊണ്ടുപോയി സ്റ്റിച്ചൊക്കെ റിമൂവ് ചെയ്ത് വന്നു. നെക്സ്റ്റ് ഡേയിൽ നോക്കുമ്പോൾ അതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ കുറച്ച് വീർത്ത് പഴുത്ത മാതിരി ഇരിക്കുന്നുണ്ട്. അത് കണ്ടപ്പോഴത്തേക്ക് ഒരു ഇൻഫെക്ഷൻ ആയ മാതിരി കണ്ടാൽ ആ പരുവത്തിലുണ്ട്. പിന്നെ നെക്സ്റ്റ് ഡേ നോക്കുമ്പോൾ അതിനകത്തുനിന്ന് പഴുപ്പ് വരാൻ തുടങ്ങി. ഞാനപ്പോൾ എൻ്റെ കയ്യിൽ കൊള്ളാൻ പറ്റുന്ന അത്രയും കോട്ടനും എടുത്തിട്ട് ആണ് ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോയത്. അപ്പോൾ ഞാനിങ്ങനെ പ്രസ് ചെയ്യും തോറും ഇതിനകത്തുനിന്ന് ഒരുപാട് പസ് വന്നുകൊണ്ടിരിക്കുവാണ്. എൻ്റെ കയ്യിൽ ഞാൻ എടുത്തുകൊണ്ട് പോയി അത്രയും കോട്ടൺ തീർന്നു. പിന്നെ ഞാൻ വേറെ കോട്ടൺ എടുത്ത് വന്നാണ് അത് ക്ലീൻ ചെയ്തത്. അത്ര ഒരുപാട് പസ് വന്നു അതിൻ്റെ അകത്തുനിന്ന്. ആകെ ടെൻഷനായി. ഇനി ഇതെന്ത് ചെയ്യും? നെക്സ്റ്റ് ഡേ തന്നെ ഹോസ്പിറ്റലിൽ എന്തായാലും പോകാം. രണ്ടാമതും ആ വൂണ്ടിൻ്റെ ഒരു സൈഡും എല്ലാം ഓപ്പൺ ആകാൻ തുടങ്ങി അവർ സ്റ്റിച്ച് ചെയ്തത്. നെക്സ്റ്റ് ഡേ രാവിലെ എന്തായാലും OPD കൊണ്ടുപോയി കാണിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞു. ഞങ്ങൾ അന്നിപ്പം ഉടമ്പടി തൈലം ആ മുറിവിൻ്റെ മേലിൽ ഒരു തുള്ളി തൈലം ഒഴിച്ചു. 2 ദിവസം ഞങ്ങൾ തൈലം ഒഴിച്ചു. 3-ാമത്തെ ദിവസം നോക്കുമ്പോൾ അത് പൂർണ്ണമായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇതൊരു ഒരാഴ്ച മുന്നത്തെ സംഭവമാണ്. ഇപ്പം നോക്കിയാൽ അവൻ്റെ തലയിൽ കാണാം അവിടെ ഒരു പാട് പോലും ഇല്ല, ഒരു മുറിവ് വന്നതിൻ്റെ പാട് പോലും ഇല്ല. അപ്പോൾ ഹസ്ബൻഡ് ഒരുപാട് അനുഗ്രഹം കിട്ടിയ കാര്യമൊക്കെ പറയുമെങ്കിലും ഞങ്ങൾക്ക് അത്ര വിശ്വാസമൊന്നും പോരായിരുന്നു. ഈ ഒരു സംഭവം എനിക്കും ആൽബർട്ടിനും ഭയങ്കര ഒത്തിരി ആഴമായിട്ട് മാതാവിൽ വിശ്വാസം വർദ്ധിപ്പിച്ചു. പ്രത്യേകമായി അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ഉടമ്പടി ജീവിതത്തിൽ വന്ന ശേഷം ബൈബിൾ പൂർണ്ണമായിട്ട് വായിക്കാനും, പ്രത്യേകിച്ച് ആൽബർട്ട് ഇപ്പം ഒരു പ്രാവശ്യം കംപ്ലീറ്റ് ചെയ്തു മൊത്തം ബൈബിള്, 2ാം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പ്രാർത്ഥനയുടെ കാര്യങ്ങളായാലും കുടുംബത്തിലെ സമാധാനത്തിൻ്റെ കാര്യങ്ങളായാലും എല്ലാ കാര്യങ്ങളും ദൈവത്തിലേക്ക് സമർപ്പിക്കുന്നതിലും എന്തു വന്നാലും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന രീതിയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് ഞങ്ങൾ എല്ലാ കാര്യവും ദൈവത്തിന് സമർപ്പിക്കുന്നു. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങൾ മംഗലാപുരത്ത് ഫാദർ മുല്ലേഴ്സ് ഹോസ്പിറ്റലിലെ ക്യാൻസർ പേഷ്യൻസിന് അവിടെ ഒരു ഉച്ചയ്ക്ക് ഫുഡ് കൊണ്ടുവെക്കുന്ന ഞങ്ങൾക്കൊരു സിസ്റ്റേഴ്സിൻ്റെ ഒരു DSS സിസ്റ്റേഴ്സിൻ്റെ ഒരു സംരംഭമുണ്ട്. അവിടെ ഞങ്ങൾ മാസത്തിലൊന്നിനും പോകാറുണ്ട്. അതുപോലെ അവിടെ ഫുഡ് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ആകാശപ്പറവുള്ള ഒരു അനാഥ കൊച്ചിനെ ഒരു 2 കൊല്ലമായിട്ട് ഒരു നേഴ്സിങ്ങിനുള്ള ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെ രീതിയിൽ ഞങ്ങൾ ചെയ്യുന്നു. പിന്നെ ഉടമ്പടി പത്രം കാര്യങ്ങളും ഞങ്ങൾ കർണാടകത്തിലാണ്. അതുകൊണ്ട് കർണാടകത്തിലുള്ള ക്രിസ്ത്യൻസിൻ്റെ അടുത്ത് പോയി കൊടുക്കാറുണ്ട്. പലപ്പോഴും അവർ പുച്ഛിക്കാരും കളിയാക്കാരൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും എനിക്കൊരു സങ്കടം തോന്നാറില്ല. കാരണം എനിക്ക് ദൈവത്തിൻ്റെ അടുത്തൊരു പോയിൻ്റ് കിട്ടി. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഹാപ്പി ആയിരിക്കും. എല്ലാ അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി അർപ്പിക്കുന്നു. താങ്ക് യു. എൻ്റെ പേര് ജാൻസി ഷാജു. ഞാൻ അങ്കമാലിയിൽ നോർത്ത് കിടങ്ങൂർന്ന് വരുന്നു. ഞാൻ ജോലി ചെയ്യുന്നത് അബർദീൻ, സ്കോട്ട്ലൻഡ്. എനിക്ക് ഉണ്ടായ 2-3 അനുഭവങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുവാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് ഡിസംബർ 29, 2023. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൊറോണ സമയം ആയിരുന്നപ്പോൾ ഡോക്ടേഴ്സിനെ ഒന്നും കാണാൻ പറ്റാത്ത ഒരു ഭീതിപൂർവമായ കാലഘട്ടമുണ്ടായിരുന്നു. ആ സമയത്ത് ഹസ്ബൻഡിൻ്റെ കണ്ണിൽ മരം മുറിച്ചപ്പോൾ അതിൻ്റെ ഒരു ചില്ല് വന്നുകൊണ്ട് കണ്ണിൻ്റെ കൃഷ്ണമണിക്ക് പോറലുണ്ടായി. ആ സമയത്ത് നമുക്ക് ഡോക്ടേഴ്സിനെ കാണുവാനോ ഹോസ്പിറ്റലിൽ പോകുവാനോ സാധിക്കുമായിരുന്നില്ല. കണ്ണിലെപ്പോഴും ഒത്തിരി നീര് വരികയും വെള്ളം വന്ന് ഭയങ്കര വേദനയൊക്കെ ആയിരുന്നു. ആ സമയങ്ങളിൽ ഒത്തിരി ഓയിൻമെൻറ്റും ആൻറ്റിബയോട്ടിക്കും എഴുതി തരുമായിരുന്നു. പക്ഷേ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണാൻ പറ്റുകയില്ലായിരുന്നു. ആ സാഹചര്യത്തിൽ ഞാൻ ഓൺലൈനിൽ ഇവിടുത്തെ ധ്യാനങ്ങൾ കാണുകയും ഒത്തിരി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ആൻറ്റിബയോട്ടിക്കുകൾ എഴുതി കണ്ണിൻ്റെ 2 ആഴ്ച കൂടുമ്പോൾ അത് മാറും. വീണ്ടും ആ പോറൽ വന്ന് ഇഞ്ചുറി ഉണ്ടായ സ്ഥലത്ത് പാട വന്ന് വരും. പക്ഷേ നമുക്ക് വീട്ടിൽ കുക്ക് ചെയ്യാനോ ഒന്നും പറ്റുകയില്ലായിരുന്നു. ഒണിയനോ അതോ എന്തോ സ്പൈസ് സാധനങ്ങൾ അരിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ആ വന്നു പോയ പാട പൊളിഞ്ഞു പോകുമായിരുന്നു. അങ്ങനെയായി കുറേ നാളുകൾ
അയോയിൻമെൻറ്റുകൾ എഴുതി ആൻറ്റിബയോട്ടിക്കൊക്കെ ചെയ്ത് ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ നമുക്ക് സാനിറ്റൈസർ ഉപയോഗിക്കാതിരിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഞങ്ങൾ ജോലി ചെയ്യുന്ന ഒരു നഴ്സിംഗ് ഹോമിലാണ്. അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് മാസ്ക് ഉപയോഗിക്കുകയും സാനിറ്റൈസർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുമായിരുന്നു. ആ സമയങ്ങളെല്ലാം കണ്ണിങ്ങനെ പൊട്ടിക്കൊണ്ടേയിരിക്കുമായിരുന്നു. ഒത്തിരി മരുന്നുകൾ ഉപയോഗിച്ചെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല. 2023 ഡിസംബറിൽ ഞാൻ നാട്ടിൽ ലീവിന് വന്നപ്പോൾ മാതാവിൻ്റെ സന്നിധിയിൽ വരുവാനായി കൃപയുണ്ടായി. ഇവിടെ വരുന്നതിൻ്റെ ആ ദിവസം തന്നെ ചൂട് അടിച്ചപ്പോൾ തന്നെ കണ്ണ് വീർത്താണ് വീട്ടിൽ നിന്ന് ഇവിടെ വന്നത്. ഞങ്ങളിവിടെ വന്നിറങ്ങി ആ സമയത്ത് തന്നെ ഹസ്ബൻഡിൻ്റെ കണ്ണിന് ഒരു കുളിർമ ഫീൽ ചെയ്യുന്ന പോലെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു. അത് അപ്പോൾ തന്നെ മാതാവ് സുഖപ്പെടുത്തിയിരുന്നു. ഞാനത് ഉടമ്പടിയിൽ ആദ്യം വെച്ചിരുന്നതായിരുന്നു. കണ്ണിൽ നിന്നും പൂർണ്ണമായി അന്ന് മാറി. അതിനുശേഷം ഞങ്ങൾ ഇവിടുന്ന് ലീവ് കഴിഞ്ഞ് ഇവിടുന്ന് ചെന്നപ്പോൾ ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു കണ്ണിൻ്റെ മുറിവെല്ലാം ഉണങ്ങി പൂർണ്ണമായി ഹീലായി എന്ന് പറഞ്ഞു. ഇത് സംഭവിച്ചത് പൂർണ്ണമായി മാതാവിൽ വിശ്വസിച്ചുകൊണ്ടും നിരന്തരമായി ഞാൻ കൊന്ത ചൊല്ലുമായിരുന്നു. കൊന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റിരുന്ന് മുട്ടുമേൽ കുത്തി നിന്ന് ഒത്തിരി കൊന്തകൾ ഞാൻ ചൊല്ലുമായിരുന്നു. പിന്നെയാണെങ്കിൽ ചില ദിവസങ്ങളിലെല്ലാം ടെൻഷനും കാര്യങ്ങളും വരുമ്പോൾ ഞാൻ കരിങ്കല്ല് വിരിച്ചു വെച്ചിട്ട് അതേൽ മുട്ടയിൽ നിന്ന് 3 കൊന്ത ഞാൻ പൂർത്തീകരിക്കുമായിരുന്നു. അങ്ങനെ ചൊല്ലി മാതാവ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളെ സഹായിച്ചതാണെന്ന് ഉറപ്പുണ്ട്. യാതൊരു മരുന്നും ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ കണ്ണെല്ലാം ഭേദമായി. പിന്നെ ആ സമയങ്ങളെല്ലാം ഞങ്ങൾക്ക് ഒത്തിരി തണുപ്പുള്ള സ്ഥലമാണ്. ഞങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ മണം വരാതിരിക്കാനും ഞാൻ വെളുപ്പിന് എഴുന്നേറ്റ് എല്ലാ വിൻഡോയും തുറന്നിട്ട് കുക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് ഹസ്ബൻഡ് നൈറ്റ് ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ വരുന്നതിന് മുമ്പ് എല്ലാം മണവും കളഞ്ഞ് വീട് വയ്ക്കുമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ യാതൊരു ആവശ്യമില്ല. ഹസ്ബൻഡ് കുക്കും ചെയ്യും. ഉണിയൻ അരിയുന്നതിനോ ഒന്നും പ്രശ്നവുമില്ല. ഇപ്പം അതെല്ലാം മാതാവ് പൂർണ്ണമായി സൗഖ്യപ്പെടുത്തി തന്നു. പിന്നെ വേറെ ഒരു അനുഗ്രഹം എനിക്ക് ലഭിച്ചതെന്ന് പറയുന്നത് എൻ്റെ അനിയത്തിയുടെ മോള് 2 പ്രാവശ്യം നഴ്സിംഗ് പഠിക്കുവാനായി എൻ്റെ മകൾ മെഡിസിന് പഠിക്കുവാനായി ബൾഗേറിയയിൽ പോയിരുന്നു. അപ്പോൾ കൊറോണ സമയമായപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകുവാനോ അവൾക്ക് ഇങ്ങോട്ട് വരുവാനോ സാധിക്കില്ല. അപ്പോൾ ഒത്തിരി ടെൻഷനും കാര്യങ്ങളുമായിരുന്നു. 4th ഇയർ എക്സാം വന്നപ്പോൾ അവൾ ഭയങ്കര ടെൻഷനായി ഞങ്ങളോട് പറഞ്ഞു ഉറങ്ങാൻ സാധിക്കുന്നില്ല, പഠിക്കാൻ സാധിക്കുന്നില്ല, ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. അപ്പം ഞങ്ങളെപ്പോഴും അവളെ ഫോൺ വിളിച്ചിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കുവാനും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. നന്മ നിറഞ്ഞു പറയുമ്പോൾ 10 എണ്ണം ചൊല്ലിയാൽ മതി എന്ന് പറയും. അങ്ങനെ പ്രാർത്ഥിച്ച് അവളുടെ കോഴ്സ് പൂർത്തീകരിച്ച് ഇപ്പോൾ അവൾ ഒരു ജൂനിയർ ഡോക്ടറായി. അവൾക്ക് കഴിഞ്ഞ ഒക്ടോബറിൽ അവൾ ഗ്രാജുവേഷനായി. ദൈവകൃപ കൊണ്ട് അവൾ നന്നായി പഠിച്ച് നല്ല മാർക്കോടുകൂടെ പാസ്സായി. അതൊരു വലിയൊരു അനുഗ്രഹമായി ഞാൻ കരുതുന്നു. ഇനി അവൾ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നു. മാതാവ് തരുമെന്ന് എനിക്ക് നല്ലമായ ഉറപ്പുമുണ്ട്. ഇവിടെ അവളെ കൊണ്ടുവരണമെന്ന് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. അതെനിക്ക് സാധിച്ചു. പിന്നെ ആധ്യാത്മികമായി എനിക്ക് ഒത്തിരി വളരുവാൻ സാധിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഒത്തിരി ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ ഞങ്ങൾക്ക് ഉണ്ടായി. ഞാൻ ഒത്തിരി ബൈബിള് വായിക്കുവാനും എഴുതുവാനും കൂടുതൽ കൊന്ത ചെല്ലുവാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ശ്രമിച്ചപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഉയർച്ചകളുണ്ടായി. ചെറുതും വലുതുമായ ഒത്തിരി നന്മകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊണ്ട് എന്തെല്ലാം ഞാൻ പ്രാർത്ഥിക്കുന്നു അതെല്ലാം ദൈവം എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. ഇത് എൻ്റെ ഒരു കഴിവ് കൊണ്ടല്ല, എല്ലാം ദൈവത്തിൻ്റേത് കൊണ്ട് മാത്രമാണ്. പിന്നെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് ഒത്തിരി സ്ട്രെസ് ഉണ്ടായപ്പോൾ ഞാൻ ഒത്തിരി അധികം പ്രാർത്ഥിച്ച് മാതാവിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾക്ക് ആ ടെൻഷനുകളെല്ലാം മാറി. ഇപ്പോൾ ഇവിടെ വന്ന് നിങ്ങളുടെ മുന്നിൽ എനിക്ക് സാക്ഷിയാവാൻ എനിക്ക് സാധിച്ചു. ഏറ്റവും വലിയ സാക്ഷ്യമെന്ന് പറയുന്നത് ഇത്രയും വലിയൊരു സമൂഹത്തിൻ്റെ മുമ്പിൽ മൈക്ക് പിടിച്ച് ആദ്യമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത് ദൈവമായ മാതാവ് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഞാൻ ഒരിക്കലും ഒരു സഭയുടെ മുൻപിലോ ഒന്നിൻ്റെ മുൻപിൽ എനിക്ക് പ്രാർത്ഥിക്കുവാൻ പൊതുവായി നിന്ന് സംസാരിക്കുവാനോ ഉള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ നിങ്ങളുടെ മുൻപിൽ ഞാനൊരു സാക്ഷിയായി നിങ്ങളോട് പറയുന്നു, മാതാവ് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് എന്നെ ബലപ്പെടുത്തിക്കൊണ്ട് ഇത്രയും വലിയൊരു സമൂഹത്തിൻ്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുവാനുള്ള കൃപ ദൈവം എനിക്ക് തന്നിരിക്കുന്നു. ഞാൻ പള്ളിയിൽ വരെ ഒരു ബൈബിൾ വായിക്കുവാനോ ഒന്നിനും കയറുവാനോ എനിക്ക് പേടിയാണ്, ഞാൻ കയറുവാറില്ല. പക്ഷേ ഇത് തന്നെ ഒരു വലിയ തെളിവാണെന്ന് നിങ്ങളുടെ മുൻപിൽ ഞാൻ
ചൂണ്ടിക്കാണിച്ചു തരുന്നു. ദൈവമായ മാതാവിന് ഒത്തിരി നന്ദിയും കൃപയും. കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ഒത്തിരി ചെയ്യാറുണ്ടായിരുന്നു. ഒരു കൊച്ചിന് സ്കൂളിൽ പഠിക്കുവാനായിട്ട് എല്ലാ മാസവും പൈസ അയച്ചു കൊടുക്കും. പിന്നെ പള്ളികളിൽ ഞങ്ങൾക്കൊക്കെ അവിടെ ഈ ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് ഇങ്ങനെ ചാരിറ്റി ആയിട്ട് അതിനെല്ലാം ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ അസുഖമായിട്ട് കിടക്കുന്ന കൊച്ചിന് ഓപ്പറേഷന് വേണ്ടി വന്നപ്പോൾ പൈസ അയച്ചു കൊടുത്തു, അങ്ങനെയൊക്കെ സഹായിക്കുമായിരുന്നു. ചെറുതും വലുതുമായ അങ്ങനെ ചെറിയ കാരുണ്യപ്രവർത്തികൾ ചെയ്ത് സഹായിക്കും.